നിനക്കെങ്ങനെയാണ് ഇത്ര ധൈര്യം വന്നത്? അമ്മേ, ആ പെൺകുട്ടിയില്ലേ റോജ, നിന്നോടൊപ്പം ഒരു വലിയ പ്രശ്നമാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ശരൺ. ഇന്ന് ദീപാവലി പൂജയാണ്. ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിരിക്കരുത്. വേഗം ഇവിടെയൊക്കെ വൃത്തിയാക്കൂ. ഒന്ന് നിക്കേ. അഴുക്കിൽ കിടക്കുന്ന ഒരു നാണയം എടുത്ത് നമ്മുടെ പേഴ്സിൽ വെച്ചാൽ ആ പേഴ്സ് മൊത്തവും അഴുക്കാകും. അങ്ങനെയുള്ളപ്പോ ഇത്രയും ചേറിൽ മുങ്ങിയ ഒരു പെണ്ണ് വേണ്ട 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 റാണി, ഇത് വലിയ തെറ്റാണ്. പൂർവികന്മാരുടെ പേരും അവരുടെ അന്തസ്സും അതെല്ലാം ഇതോടുകൂടി. അച്ഛാ, ഇപ്പൊ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാ? രാജകൊട്ടാരത്തിൽ അഴുക്കുള്ള രക്തം അവിടെ എവിടെയും കളിക്കുന്നുണ്ടെങ്കിൽ ചുവരിലൊക്കെ അഴുക്കാവേലേ ചെയ്യുള്ളൂ. സൂക്ഷിച്ചായിരിക്കണം നീ സംസാരിക്കേണ്ടത്. അത് ശരൺ ചേട്ടന്റെ മോളാണെന്നുള്ള കാര്യം നീ മറന്നു പോവുകയാണ്. എന്താ ഇവിടെ തെറ്റ് ചെയ്തത്? ശരൺ ചേട്ടനാ. ഒരു പക്ഷെ ചെരുപ്പില് അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തഴിച്ചിടണമെന്ന് ചേട്ടൻ അറിയില്ലേ? എത്ര ആൾക്കാരുടെ വാ നീ ഇങ്ങനെ മൂടിക്കെട്ടും? ഇന്ന് റൂപ്സ് പറഞ്ഞ ആ കാര്യം നാളെ വീർഗഡിലുള്ള എല്ലാ കുട്ടികളും പറഞ്ഞു തുടങ്ങും. അവരുടെ വാ നിനക്ക് എങ്ങനെ അടയ്ക്കാൻ പറ്റും? ഏതോ ഒരു മഹാൻ പറഞ്ഞ പഴമൊഴി ശരി തന്നെയാ. അത് ഒരു മനുഷ്യൻ എത്രയൊക്കെ ശ്രമിച്ചാലും പൂവിന്റെ വാസന മറച്ചു പിടിക്കാനായിട്ട് കഴിയില്ല. കുപ്പയുടെ നാറ്റവും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. എനിക്കിത് നന്നായി എക്സ്പോസ് ചെയ്യാൻ പറ്റി. എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ വെച്ച് എന്നെ താഴെ വലിച്ചിടാൻ നോക്കുന്നു. ഞാനിന്ന് കൊടുത്ത ഈ പണിക്ക് ആരോടും അത് പറയാനും പറ്റില്ല, വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. സീരിയസ്ലി ബ്രോ, നിന്നോട് ആരെങ്കിലും കളിക്കാൻ പറ്റുമോ? യുനോ ബ്രോ, സമീറിൻ്റെ അടുത്ത് കളിക്കാൻ ഇതുവരെ ഈ ഭൂമിയിൽ ആരും തന്നെ ജനിച്ചിട്ടില്ല. എക്സാക്ട്ലി. ഇപ്പൊ നീ നോക്കിയോ, ഈ ദീപാവലിക്ക് അവളുടെ ദീപാവലി ഞാൻ എന്താക്കി കൊടുക്കുന്നു നമ്മൾ കാണട്ടെ. അതാ നിന്നോട് പറഞ്ഞ, നീ ഒരു രാജകുടുംബം അല്ല, നീ ഒരു അനാഥയാണ്. നീ അനാഥ. ശരണിന്റെ സ്വന്തം മകൾ അല്ല നീ. നിന്റെ അമ്മയെ കല്യാണം കഴിക്കുമ്പോൾ കൂടെ വന്ന സ്ത്രീധനമാണ് നീ. നിന്റെ രക്തത്തിലൊക്കെ ഉണ്ടല്ലോ ഈ അഴുക്കായ എണ്ണയെക്കാളും മോശമായിട്ടുള്ള കാര്യങ്ങളാ ഉള്ള. നിൽക്ക്, എന്റെ അടുത്ത് വന്നു പോകരുത്. നിന്നെ കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. നീയും ഞാനും ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നീ പപ്പ പപ്പ എന്ന് വിളിച്ചോണ്ട് നടക്കുന്ന അയാൾ നിന്റെ ഒറിജിനൽ പപ്പയല്ല. സത്യം ഇത്രയും ഭീകരമെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. ഇതിനേക്കാൾ ഭേദം ഞാൻ ആ നുണയിൽ തന്നെ ജീവിച്ചാ മതിയായിരുന്നു. എന്തിനായിരുന്നു ദേവി, എന്തിനാ സമീറിനെ കാണാനുള്ള ഇട ഉണ്ടാക്കിയത്? ഒരുപക്ഷെ ഞാൻ അവനെ കണ്ടില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ കാണില്ലായിരുന്നു. എനിക്ക് സത്യങ്ങൾ അറിയേണ്ടി വരില്ലായിരുന്നു. അവക്കിപ്പോ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും
ഈ സമീർ ആരാണെന്നുള്ളത്. ഞാൻ അവൾക്ക് കൊടുത്ത അടിയിൽ ഇതുപോലെ ജസ്റ്റ് കത്താൻ മാത്രമേ പറ്റൂ. പക്ഷെ പൊട്ടാനും പറ്റില്ല, ശബ്ദം ഉണ്ടാക്കാനും പറ്റില്ല. സമീർ, ലൈറ്റർ ഓൺ ചെയ്തല്ലോ, ഒരെണ്ണം പഠിപ്പിക്കുന്നോ? ഇപ്പൊ ഇവിടെ നമ്മളെ തടയാനും ആരുമില്ല. എന്നാ സ്മോക്കിംഗ് ഈസ് ഇൻജൂറീസ് ടു ഹെൽത്ത്. ആരും തന്നെ ഒരിക്കലും സിഗരറ്റ് വലിക്കാൻ പാടില്ല. സിഗരറ്റ് എനിക്കൊരു ഷോക്കാണ്. ആ ഷോക്ക് എൻ്റെ ആൻറ്റിയുടെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചതാ. ഇപ്പം ഇതിൻ്റെ സ്ഥാനം ഇപ്പം ജസ്റ്റ് ഈ ഡസ്റ്റ്ബിന്നില്ല. ആരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ല. വേറെ വഴിയില്ലാത്തോണ്ടാ ഞാനിവിടെ. മറ്റുള്ളവരുടെ മനസ്സിൽ മാത്രമല്ല, ഈ കൊട്ടാരത്തിൽ പോലും. എനിക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഇഷ്ടം എന്റെ പപ്പയാ. പക്ഷെ പപ്പ എന്തിനാ ഇത്രയും വലിയ സത്യം എന്നോട് മറച്ചു വെച്ചത്? ഒരുപക്ഷെ ഈ കാര്യം ഞാൻ അറിയുമ്പോ ഞാൻ എന്തുമാത്രം വേദനിക്കുമെന്ന് അദ്ദേഹം ഒരിക്കൽ പോലെ ഓർത്തില്ലേ? എന്റെ കൂട്ടുകാരും വലിക്കുന്നില്ലെങ്കിൽ ഞാനും വലിക്കുന്നില്ല. നോക്ക്, ഞാൻ ഈ ചെയ്തതെല്ലാം തന്നെ വളരെയധികം ആലോചിച്ചിട്ട് തന്നെയാ ചെയ്തത്. ആ തീരുമാനത്തിന്റെ ഫലം ഇങ്ങനെയായിരിക്കും ഞാൻ വിചാരിച്ചത് പോലുമില്ല. റോജെ, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വളരെ വലിയ തെറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനുള്ള ജയ്പൂരിൽ തന്നെ വിട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. ഇല്ല ചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കേണ്ടത് വലിയ അത്യാവശ്യമാണ്. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. റോജയുടെ കാര്യത്തില് ഞാൻ വളരെ വലിയ തെറ്റാ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പപ്പയും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തെറ്റെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ? എങ്ങനെ അവനാണ് ഇത് കേടുവന്ന എണ്ണയാണ്. അത് ഈ രാജകുടുംബത്തിലെ അമൃത പോലെയുള്ള രക്തവുമായി ഒരിക്കലും ചേർന്ന് പോകില്ല. ഞാനിവിടെ വരാതിരുന്നെങ്കിൽ റോജയ്ക്ക് എന്റെ കൂടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അമ്മാവന്റെ ഈ ചേട്ടത്തിയുടെ കണ്ണിലൊക്കെ റോജയോടുള്ള തീരാത്ത വെറുപ്പ് ഞാൻ കണ്ടതാണ്. അവളൊരു പഞ്ചപാവ. ഇനിയിപ്പോ അവളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ടത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ല. ഡോണ്ട് വറി പപ്പ, ഞാൻ കാരണം പപ്പയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? അതായത് ചെറിയ ചെറിയ ആളുകൾക്കൊക്കെ ഈ പാലസിൽ കയറുക എന്ന് പറയുന്ന ഒരു സ്വപ്നം. ആരും ആ സ്വപ്നം അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കില്ല. ഈ കോമണസ് നീ വിചാരിക്കുന്ന പോലെ നിന്നെ പോലെയുള്ള ആളുകളല്ല. അവര് ഭയങ്കര അത്യാഗ്രഹികളും സ്വാർത്ഥരുവാ. നിന്റെ അച്ഛൻ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയാലോ. ഒരു സാധാരണ പെണ്ണ് നിന്റെ അച്ഛനെ വലയിൽ വീഴ്ത്തിയില്ലേ, അച്ഛനെ കുടുക്കിയില്ലേ? അതിന്റെ ഫലമാണ് ഇപ്പോഴും അനുഭവിക്കുന്നത്. ഇവളും ഒരു കോമണറുടെ മോളാ. വേണമെങ്കിൽ നോക്കിക്കോ, എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഇവിടുന്ന് പോയില്ല. Let's see this. എന്താടാ നീ കാണിക്കുന്നത്? നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ തകുതിക്ക് അനുസരിച്ച് വേണം സംസാരിക്കാനെന്ന്. പിന്നെ ഞാനും നോക്കുന്നുണ്ട്. ആ റോജയെ എത്രയും പെട്ടെന്ന് ഈ വീട് ഇവിടെ തുരത്തുക എന്നുള്ളത്. ഞാൻ ഇവിടുന്ന് പോവാ പപ്പ. ഒരിക്കലും പപ്പ എടുത്ത തീരുമാനത്തിന്റെ പേരിൽ ഇനി സങ്കടപ്പെടാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. ഞാനിവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കും അമ്മയ്ക്കും ആവിക്കനും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടാവില്ല. എന്താ ചേച്ചി, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് തനിച്ചെവിടേക്കും പോവല്ലേന്ന്? ചേച്ചിയെ കാണാതെ പോയല്ലോ. ചേച്ചിയെ ഞാൻ കണ്ടുപിടിക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുമെന്ന് അറിയില്ലേ?